ഇത് KSRTC കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സാണ് ഇത്. ബനശങ്കരി എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഇത് ഉത്തര കർണാടകത്തിലെ ബനശങ്കരി പ്രദേശത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ് അന്ന്, ദശകങ്ങൾക്ക് മുമ്പ്. ഇവിടെ കർണാടകത്തിലെ ഒരുപക്ഷെ ഈ ആദ്യത്തെ KSRTC എന്നായിരിക്കാൻ വഴിയില്ല, അന്ന് മൈസൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആയിരിക്കണം. ആ സമയത്ത് തന്നെയുള്ള പിന്നെ ഏറ്റവും ആദ്യത്തെ ബസ്സുകളുടെ ഫ്ലീറ്റിൽപ്പെട്ട ഒരു വാഹനമാണിത്. ബനശങ്കരി എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ ബസ്സിൻ്റെ പേര് തന്നെ ബനശങ്കരി എന്നാണ്. ബനശങ്കരി എന്നാൽ വനദുർഗ എന്നാണ് അർത്ഥം. കാരണം ഈ പറയുന്ന ബനശങ്കരിയിലേക്ക് ഈ ഓട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ബസ്സിൻ്റെ പേര് തന്നെ ബനശങ്കരി ബസ് എന്നാണ്. അവിടെയുള്ള സ്ഥലത്തിൻ്റെ പേരിലൂടെയാണ് ബനശങ്കരി. അവിടെയുള്ള ഉത്തര കർണാടകത്തിലെ വളരെ പ്രസിദ്ധമായൊരു വനദുർഗ ക്ഷേത്രമാണ് ബനശങ്കരി. ആ ബനശങ്കരി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ സർവീസ് നടത്തിയിരുന്നതായതുകൊണ്ടാണ് ഈ ബസ്സിന് ബനശങ്കരി എന്ന് തന്നെ പേര് കൊടുത്തത്. അത് ഇന്നാളൊരു അകത്ത് കയറി വീഡിയോ എടുത്തപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരന്മാർ എന്നെ തടഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പുറത്ത് നിന്ന് എടുക്കുന്നുള്ളൂ. ഇനി അകത്ത് നിന്ന് എടുക്കണമെങ്കിൽ അവരുടെ അനുവാദവും കാര്യങ്ങളൊക്കെ വേണം. പഴയ ബസ് ബനശങ്കരി അതിങ്ങനെ പാർക്ക് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ബസ്സുകൾ ഇങ്ങനെ ഇതിൽ ഓടുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പോഴുള്ളതിലെ പഴയ ബസ്സുകൾ ഈ തരത്തിലുള്ളതൊക്കെയാണ്. പുതിയ ബസ്സിലിപ്പോൾ ഇലക്ട്രിക് ബസ്സുകളുണ്ട്. അതുകൂടാണ്ട് പിന്നെ അല്ലെങ്കിൽ തന്നെ വോൾവോ ബസ്സുകളുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ബസ്സുകളുണ്ട്. അതുമെല്ലാം ഈ സ്ഥലത്ത് ഓടുന്നുണ്ട്. ഇതിവിടുത്തെ പ്രധാനപ്പെട്ട റോഡാണ്, ഡബിൾ റോഡിലേക്ക് KH റോഡ് എന്ന് പറയുന്ന സ്ഥലമാണത്. ഇതാണ് നമ്മുടെ KSRTCയുടെ ആസ്ഥാനം എന്ന് പറയുന്ന ഇവിടെയാണ് പിന്നെ ഈ നമ്മുടെ കേരളത്തിലെ പിന്നെ KSRTCയുമായിട്ടുള്ള ഡിസ്പ്യൂട്ടിന് ശേഷം ഇപ്പോൾ രണ്ട് കൂട്ടർക്കും KSRTC എന്ന് ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഞാനിതിൻ്റെ അടുത്തൂടെ പോയപ്പോൾ എന്നാൽ പിന്നെ എന്തൊരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു. ഈയിടെ KSRTC ചർച്ചാ വിഷയമായതുമാണല്ലോ. വേറെ ഏതെങ്കിലും ബസ് വരുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ബസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇതിനോട് ചേർക്കാം. ഇത് BMTC ആസ്ഥാനമാണ്, ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇത് BMTCയുടെ വോൾവോ ബസ്സാണ്. ഇത്തരം ബസ്സുകൾ നിരന്തരം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം വരെ ഇതായിരുന്നു ഇവിടുത്തെ ലേറ്റസ്റ്റ്. ഇപ്പോൾ പുതിയ കടുന്നീല നിറത്തിലുള്ള ഇലക്ട്രിക് ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സ്വിച്ച് എന്നുള്ള പേരിലുള്ള ഈ ഇലക്ട്രിക് ബസ്സാണിത്. ഈ വയലറ്റ് നിറത്തിലുള്ള ബസ് കൂടാതെ തന്നെ പിന്നെ കടുന്നീല നിറത്തിലുള്ള വേറെ ബസ്സുകളുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ചെയ്യപ്പെട്ട ഇലക്ട്രിക് ബസ്സാണത് അവരുടെ. കർണാടകത്തിലെ അതായത് ബാംഗ്ലൂരിലെ ഏറ്റവും പുതിയ പിന്നെ ഇലക്ട്രിക് ബസ്സുകളാണിത്. കടുന്നീല നിറത്തിലുള്ള, മുമ്പേ നമ്മൾ വയലറ്റ് നിറത്തിലുള്ള ഒരെണ്ണം കണ്ടു. ഇവിടെ ഇത് കടുന്നീല നിറത്തിലുള്ള പിന്നെ ഇലക്ട്രിക് ബസ്സുകളാണ്. ഇതിൽ ചാർജ് വ്യത്യാസമൊന്നുമില്ല, ഓർഡിനറി ബസ്സുകളുടെ ചാർജ് തന്നെയാണുള്ളത്. ഇത് കോറമംഗലയിലേക്കുള്ള ബസ്സാണ്. ഇപ്പോൾ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിലെത്തി.